വേൾഡ് കപ്പ് 2022 അങ്ങനെ അവസാനിച്ചു. അർജന്റീനയും ഫ്രാൻസുമായിരുന്നു ഫിനാലെ ഗെയിമിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ രണ്ട് ടീമും ഒപ്പത്തോടൊപ്പം തന്നെ കളിച്ചു. പക്ഷേ ഇവിടെ ചാമ്പ്യൻഷിപ്പ് നേടിയത് അർജന്റീനയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. പക്ഷേ ഇവിടെ അർജന്റീനയുടെ വിജയമോ ഫ്രാൻസിന്റെ തോൽവിയോ ഒന്നും സംസാരിക്കാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറിച്ച് ഈ പറയുന്ന ഫിഫ വേൾഡ് കപ്പ് 2022 ഖത്തറിൽ വെച്ച് നടന്ന ഈ ഒരു വേൾഡ് കപ്പ് വിജയമായിരുന്നോ പരാജയമായിരുന്നോ എന്നുള്ളതാണ്. പല കേരള മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മീഡിയ വൺ, പബ്ലിക് കേരള പോലത്തെ ചാനലുകൾ പറയുന്നത് വൻ വിജയമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇവർ വാദിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷം നടത്തിയ വേൾഡ് കപ്പിൽ വെച്ച് ഏറ്റവും മികച്ച വേൾഡ് കപ്പായിരുന്നു ഖത്തർ ഫിഫ വേൾഡ് കപ്പ് 2022 എന്നുള്ളതാണ്. ഫിഫ പ്രസിഡന്റും ഇതുപോലൊരു വാദവുമായി വന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഫിഫ പ്രസിഡന്റിന്റെ വാക്കിന് വില കൊടുക്കാൻ വേണ്ടി വരട്ടെ. കാരണം 2018 റഷ്യയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പിനെയും ഇയാൾ ഇതുപോലെ തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത്. വളരെ നല്ല കാര്യം അല്ലേ? മുൻ ഫിഫ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തറിന് വേൾഡ് കപ്പ് കൊടുത്തത് തെറ്റായിപ്പോയി എന്നാണ് മുൻ ഫിഫ പ്രസിഡന്റ് പറയുന്നത്. പക്ഷേ ഇവിടെ ഖത്തർ വൻ പരാജയമായിരുന്നു എന്നുള്ളതാണ് പരമാർത്ഥമായിട്ടുള്ള സത്യം. നവംബർ 20 ഈ പറയുന്ന ഫിഫ വേൾഡ് കപ്പ് 2022 ഖത്തറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഗെയിം തുടങ്ങുന്നത്. ഖത്തറും ഇക്വഡോറുമായിട്ടുള്ള ഗെയിമായിരുന്നു അവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ഗെയിം കാണാൻ പോലും, ഇനോഗ്രൽ സെറമണിയുടെ ടൈമിൽ ഈ ഒരു ഗെയിം കാണാൻ പോലും അധികം കാണികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സ്റ്റേഡിയത്തിലെ മിക്ക സീറ്റുകളും എംപ്റ്റി ആയിരുന്നു എന്നുള്ളത് പല മാധ്യമങ്ങളിലും വന്നു. പക്ഷേ ഇതൊന്നും ഖത്തറോളികളായിട്ടുള്ള മലയാളികൾ സമ്മതിച്ചു തരില്ല. അവരെ സംബന്ധിച്ച് വൻ വിജയമായിരുന്നു ഖത്തറിലെ ഗെയിം എന്നുള്ളതാണ് അവർ വാദിക്കുന്നത്. ഇപ്പോഴും വാദിക്കും. നമ്മൾ തെളിവ് സഹിതം കൊണ്ടുവന്നാലും വാദിക്കും. എന്താല്ലേ, അതാണ് അവരുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന ഇനാഗുറൽ സെറമണി ഗെയിമിൽ മാത്രമായിരുന്നോ ഈ ഒരു എംപ്റ്റി സീറ്റുകൾ നിലനിന്നിരുന്നത്? അല്ല. പല ഗെയിമുകൾ നടക്കുന്ന സമയത്തും മിക്ക സ്റ്റേഡിയങ്ങളിലും ഈ എംപ്റ്റി സീറ്റുകൾ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഞെട്ടിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന ഒരു ഗെയിം തന്നെയാണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫിനാലെ ഗെയിം എന്ന് പറയുന്നത്. ആ ഒരു ടൈം ആകുമ്പം സ്റ്റേഡിയത്തിൽ അത്രയും ക്രൗഡഡ് ആയിരിക്കണം. പക്ഷേ ഇവിടെ ക്വയറ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. പല സീറ്റുകളും എംപ്റ്റി ആയിരുന്നു എന്നുള്ളതാണ് പരമാർത്ഥമായിട്ടുള്ള സത്യം. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേയുള്ള ഫസ്റ്റ് വിസിലിൽ പോലും കാണികളെ അധികം കാണാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ആലോചിച്ച് നോക്കുക, ഫിഫ വേൾഡ് കപ്പിന് ഇത് വൻ നാണക്കേടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇതൊന്നും സമ്മതിച്ചു തരാൻ ആരും തയ്യാറല്ല. പല വേൾഡ് വൈഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ് ഇത്. നീ അതിന് ഖത്തറിൽ പോയിട്ടുണ്ടോ? നീ ഈ ഗെയിം നേരിട്ട് കണ്ടിട്ടാണോ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നവരോട് ദയവ് ചെയ്ത് പോയി ഓൺലൈൻ മാധ്യമങ്ങൾ, വേൾഡ് വൈഡ് ഓൺലൈൻ മാധ്യമങ്ങൾ പോയി തപ്പുക. എന്നാൽ പല ആളുകൾ പല വാദങ്ങളുമായിട്ട് വരും. മെയിനായിട്ട് അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫോട്ടോസ് എല്ലാം എടുത്തത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇൻ്റർവെൽ ടൈമിലായിരിക്കും. കാരണം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ആ ഒരു ഇൻ്റർവെൽ ടൈമിൽ ആളുകൾ ഫുഡ് കഴിക്കാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് സ്റ്റേഡിയത്തിൻ്റെ പുറത്തോട്ട് പോകും. ആ ടൈം എങ്ങാനും എടുത്ത ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനെ വാർത്ത പ്രചരിപ്പിച്ചതായിരിക്കും എന്ന് പറയുന്നവരോട് എനിക്ക് ഒന്നുകൂടി പറയാനുള്ളൊരു കാര്യം, ഈ പറയുന്ന ഫിനാലെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് വിസിലിൻ്റെ തൊട്ടു മുമ്പും അവിടെ എടുത്ത ഫോട്ടോയിൽ പല സീറ്റുകളും കാലിയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് വാദിക്കാൻ വേണ്ടി വരണ്ട. ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് വൻ പരാജയമായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും സമ്മതിച്ചു തരണം. പിന്നെ പബ്ലിക് കേരള പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഖ് തമീമിനെ ഈ ഒരു വേൾഡ് കപ്പ് ഇത്രയും സക്സസ് ആക്കിയതിന് എല്ലാവരും ഷെയ്ഖ് തമീമിനെ ആദ്യമൊക്കെ കളിയാക്കിയിരുന്നു. പക്ഷേ ഇത് സക്സസ് ആയി കഴിഞ്ഞപ്പം ഷെയ്ഖ് തമീമിനെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണു, തലകുമ്പിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഈ പറയുന്ന പബ്ലിക് കേരള പറഞ്ഞു. എന്തൊരു വിരോധാഭാസമാണ് പബ്ലിക് കേരള ഈ പറഞ്ഞുണ്ടാക്കുന്നത്. മാത്രമല്ല ഈ പറയുന്ന ക്രൊയേഷ്യൻ താരം ഈ പറയുന്ന ബിക്കിനി ഇട്ട് വന്നതും വലിയ കാര്യത്തിൽ പറഞ്ഞ് നടക്കുകയാണ് ഈ പറയുന്ന പബ്ലിക് കേരള. ഈ പറയുന്ന ഖത്തറിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് അവിടെ നിൽക്കണമെന്നൊക്കെ പറയുമ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആര് പറഞ്ഞു ഈ പറയുന്ന ഫിഫ കൈയും കാലും പിടിച്ച് പുറകോട്ട് പോയിട്ട് ഖത്തറിനോട് പറഞ്ഞോ വേൾഡ് കപ്പ് നിങ്ങളുടെ രാജ്യത്ത് നടത്തൂ, വേൾഡ് കപ്പ് നിങ്ങളുടെ രാജ്യത്ത് നടത്തൂ എന്നുള്ളത്? നല്ല രീതിക്ക് കോയ അങ്ങ് കൊടുത്തിട്ടല്ലേ ഈ പറയുന്ന വേൾഡ് കപ്പ് ഇങ്ങോട്ട് പിടിച്ചെടുത്ത് ഇവിടെ നടത്തിയത്? ആണല്ലോ. എന്നാൽ ഈ പറയുന്ന ഫിഫ വേൾഡ് കപ്പ് പരാജയമാവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഖത്തറിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. ഹ്യൂമൻ വയലേഷൻ, ലേബർ വയലേഷൻ എന്നുള്ള മാറ്റേഴ്സ് കൊണ്ട് തന്നെയാണ് പല ആളുകളും ഖത്തറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. 6500ഓളം ലേബേഴ്സ് മരിച്ചു എന്ന് പറയുന്നു. അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ ആളുകൾ മരിക്കുന്നുണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെ. ഈ ആളുകൾ
വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ, താമസിക്കുന്ന ആ ഒരു സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പബ്ലിക് ടോയ്ലറ്റ് പോലും ഇതിനേക്കാൾ വൃത്തിയുണ്ടാവും എന്നുള്ളത്. അത്രത്തോളം വൃത്തികെട്ട ഒരു അന്തരീക്ഷത്തിലാണ് ഈ പറയുന്ന വർക്കേഴ്സ് താമസിക്കുന്നത്. മാത്രമല്ല, ഈ പറയുന്ന ഖത്തർ വളരെ ചൂടുള്ള ഒരു രാജ്യം തന്നെയാണ്. ആ ചൂടത്ത്, ആ പൊരുവെയിലത്ത് നിന്ന് ഈ വർക്കേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് വെള്ളമോ ഭക്ഷണമോ ഒന്നും ഇവർക്ക് കിട്ടുന്നില്ല. ഹെൽത്തി ആയിട്ട് സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് പോകുന്നവർ അവിടെ നിന്ന് അൺഹെൽത്തിയായി പല മാറാരോഗങ്ങൾ പിടിപെട്ട് അല്ലെങ്കിൽ മാൽന്യൂട്രീഷന്റെ പേരിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് ഇവർ മരിച്ചു പോകുന്നു. പക്ഷേ കഫാല സിസ്റ്റം ഈ പറയുന്ന ഖത്തർ മാറ്റിയിട്ടുണ്ടായിരുന്നു. എത്ര നാളത്തേക്ക്? വേൾഡ് കപ്പ് അവസാനിച്ചു, ഇനിയും പഴയതുപോലെ എന്തും വേണേൽ ഖത്തറിന് കൊണ്ടുവരാം അല്ലേ? ഖത്തർ ഫിഫ വേൾഡ് കപ്പ് നടത്തിയത് ഫുട്ബോൾ പ്രേമം കൊണ്ടൊന്നല്ല എന്നുള്ളത് ഇനിയെങ്കിലും ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കുക. മറിച്ച് ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ഇവരുടെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ളതാണെന്നും പലതവണ ഞാൻ പറഞ്ഞിട്ടും നിങ്ങളുടെ ഒന്നും ഈ പറയുന്ന തലയിൽ കയറിയിട്ടില്ലല്ലോ. എന്നാലും ഒന്നുകൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രം. ഖത്തർ ഫിഫ വേൾഡ് കപ്പിൽ ഈ പറയുന്ന ഫിഫ വേൾഡ് കപ്പ് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഖത്തർ ക്ഷണിച്ച അതിഥി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളിവുഡ് താരം ദീപിക പദുക്കോണിനെയാണ്. അഭിമാനിക്കേണ്ട നിമിഷം തന്നെയാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഷാരൂഖ് ഖാനും ദീപിക പദുക്കോണും ഒരുമിച്ച് അഭിനയിച്ച ഒരു മൂവിയാണ് പതൻ എന്ന് പറയുന്ന മൂവി. ആ ഒരു മൂവിയിലെ ഒരു പാട്ടിൻ്റെ സീനിൽ ഈ പറയുന്ന ദീപിക പദുക്കോൺ ഓറഞ്ച് കളർ ബിക്കിനി ഇട്ടിട്ട് ഷാരൂഖ് ഖാനുമായിട്ട് ഇൻറ്റിമേറ്റ് ആവുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീന് വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ മൊത്തം. എന്താണ്? തങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് പറഞ്ഞ് പല ചാണക സംഖ്യകളും രംഗത്ത് വന്നിട്ടുണ്ട്. ഓറഞ്ച് കളർ, അതായത് കളറിൽ പോലും, നിങ്ങൾ മനസ്സിലാക്കുക, കളറിൽ പോലും വർഗീയത കണ്ടെത്താൻ വേണ്ടി വരുന്ന പല ആളുകൾ. ഇതൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ദീപിക പദുക്കോൺ ഇങ്ങനൊരു ആക്ട് ചെയ്തതിൻ്റെ പേരിലാണ് ദീപിക പദുക്കോണിന് ഈ ഒരു ക്ഷണം ലഭിച്ചത്, ഈ ഫിഫ വേൾഡ് കപ്പിൻ്റെ ട്രോഫി കൊടുക്കാനുള്ള ക്ഷണം ലഭിച്ചത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിങ്ങൾക്ക് നല്ല ഒരു ഹോൾഡ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിങ്ങളുടെ നല്ല സൈഡ് പിടിച്ചു കഴിഞ്ഞാൽ നല്ല താരമായി, നല്ല സ്റ്റാറായിട്ട് ഇവിടെ ജീവിച്ചു പോകാം എന്നുള്ളതാണ്. സംഘികളെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിച്ചു പോകാം എന്ന് പറയുന്ന അതൊരു മിത്തായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ദീപിക പദുക്കോൺ ഇതുപോലൊരു ആക്ട് ചെയ്തതിൻ്റെ പേരിലാണ് ദീപിക പദുക്കോണിന് അവിടം വരെ, ഖത്തറിൽ വരെ എത്തി ഈ പറയുന്ന ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ജീവിതകാലത്തിൽ ഒരു താരത്തിനും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി ദീപിക പദുക്കോണിന് കിട്ടിയത് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഖത്തർ വേൾഡ് കപ്പ് വൻ വിജയമായിരുന്നു എന്ന് പറഞ്ഞ് കൂവി വിളിക്കുമ്പോൾ ചൂഷണം ചെയ്ത് മരണപ്പെട്ട ആളുകളുടെ ആ ഒരു കഥകൾ, ഈ പറയുന്ന ഖത്തർ നടത്തുന്ന തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഈ പറയുന്ന മലയാളികൾ കാണുന്നില്ല. മറിച്ച് ഖത്തറിനെ അങ്ങ് പൊക്കി അടിക്കുകയാണ് ഈ പറയുന്ന ആളുകൾ ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു സുഡാപ്പി ഫണ്ട് കിട്ടുന്നതായിരിക്കും, അതായിരിക്കും ഇവർ ഈ കിടന്നിട്ട് ഇങ്ങനെ ഖത്തറിനെ പൊക്കി അടിക്കുന്നത്. എന്നാൽ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ നിങ്ങൾക്കറിയാമോ? ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ നിങ്ങൾക്കറിയാമോ? അതായത് വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഇറാൻ ജയിച്ചില്ലെങ്കിൽ ഞാൻ പല തന്തയ്ക്കുണ്ടായതാണെന്ന് കൂട്ടിക്കോ എന്ന് പറഞ്ഞ് ഒരാൾ വെല്ലുവിളിയുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അയാളുടെ പൊടി പോലും ഇവിടെ ഒന്നും കണ്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ്. ഇറാൻ ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് തന്നെ അവരവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ഇവിടെയുള്ള ഒരു മനുഷ്യനും അറിയുന്നില്ല. പക്ഷേ ലോകത്തെമ്പാടും അറിയുന്നുണ്ട്. മെഹ്സ അമീനി എന്ന് പറയുന്ന 22 വയസ്സുള്ള ഒരു യുവതിയെ ഈ പറയുന്ന ഇറാൻ പോലീസ് കൊന്നുകളഞ്ഞു. മതം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് പോലും. ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് നഷ്ടമായത് അവരുടെ സ്വന്തം ജീവനാണ്. അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റീസ് അടക്കം പല താരങ്ങളും പ്രൊട്ടസ്റ്റിനായി രംഗത്ത് വന്നു. എന്നാൽ ഈ രംഗത്ത് വന്നതിൻ്റെ പേരിൽ 2 ഫുട്ബോൾ പ്ലേയേഴ്സിന് ഇപ്പോൾ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അവരെ തൂക്കിലേറ്റി. ആദ്യം ഒരു അമീർ നാസർ എന്ന് പറയുന്ന ഒരാളെയായിരുന്നു തൂക്കിലേറ്റിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തൂക്കിലേറ്റിട്ടുള്ള ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് മജീദ് ഒറേസ റനാബാദ് എന്ന് പറയുന്ന ആ ഒരു യുവാവാണ്. 23 വയസ്സുള്ള ആ ഒരു യുവാവാണ്. എന്നാൽ ഈ ഒരു യുവാവിനെ തൂക്കിലേറ്റിയത് വിവാദമാവാൻ ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൂക്കിലേറ്റുന്നതിന് മുമ്പേ ഇയാൾ പറഞ്ഞൊരാഗ്രഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കബറിടത്തിൽ വന്ന് ആരും ഖുർആൻ ഓതാൻ പാടില്ല, മറിച്ച് പാട്ട് വെച്ച് എല്ലാവരും ആഘോഷിക്കണം എന്നുള്ളതാണ് ഇയാൾ മരിക്കും മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യം. അത്രത്തോളം സ്വന്തം മതത്തെ പോലും വെറുത്തിട്ടാണ് ഈ പറയുന്ന ആൾ തൂക്കിൽ ഏറാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾ ചിലത് മനസ്സിലാക്കാനുണ്ട്. കേരള മാധ്യമങ്ങൾ ഈ ന്യൂസൊന്നും ആരെയും അറിയിക്കുകയില്ല. കാരണം ഇസ്ലാമിനെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് നല്ല പോലെ അറിയാം.
നമ്മുടെ സർക്കാരിനെ തന്നെ നോക്കിക്കേ. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ വളരെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പിണറായി സർക്കാർ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ വിഷയം പിണറായി സർക്കാർ അല്ലല്ലോ. എന്നാലും ആ കാര്യമൊന്ന് പറഞ്ഞെന്ന് മാത്രം. മുസ്ലിങ്ങൾക്ക് എത്രത്തോളം ഹോൾഡ് എല്ലായിടത്തും ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കൊന്ന് ബോധിപ്പിച്ച് തന്നു എന്ന് മാത്രം. ഇവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഖത്തർ ഫിഫ വേൾഡ് കപ്പിനെ എതിർത്ത് നമ്മൾ ആരെങ്കിലും രംഗത്ത് വന്നു കഴിഞ്ഞാൽ വേഗം നമ്മളെ സംഖ്യയാക്കി കളയും. അതൊന്നാമത്തെ കാര്യം. ഇപ്പോൾ ദീപിക പദുക്കോണിൻ്റെ ബിക്കിനി ഇഷ്യൂ ആയിട്ടും ആളുകൾ വരും. ഓക്കെ, ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം തെറ്റ് മറയ്ക്കാൻ വേണ്ടി മറ്റുള്ളവരെ തെറ്റ് കൊണ്ടുവന്ന് കമ്പയർ ചെയ്യാതിരിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളും അവർ തമ്മിൽ എന്താണ് വ്യത്യാസം? അതായത് മറ്റുള്ളവരെ തെറ്റ് കണ്ടെത്തിയിട്ട് അത് കൊണ്ടുവന്ന് കമ്പയർ ചെയ്യാൻ നോക്കുന്നതിന് പകരം സ്വന്തം തെറ്റ് അംഗീകരിക്കാൻ വേണ്ടി പഠിക്കുക എന്ന് നമ്മളെല്ലാവരും പറയാറില്ലേ, അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ നിങ്ങൾ വിജയിക്കുകയുള്ളൂ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ദയവുചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പം 14.3K മെമ്പേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഇത്രത്തോളം നിങ്ങൾ എന്നെ എത്തിച്ചത്. അതിൽ എത്ര നന്ദി പറഞ്ഞു കഴിഞ്ഞാലും തീരില്ല. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ബെൽ ബട്ടൺ ഓൾ അമർത്തി കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ വരും വീഡിയോ കാണാൻ വേണ്ടി കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.